ചെയ്യാം. അപ്പോൾ അതാ മിനിമം എയർ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അത് എത്ര എന്നുള്ളതല്ല, ഇതാ പറയുന്നത് സ്റ്റോഷിയോമെട്രിക് ക്വാണ്ടിറ്റി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഫ്യൂവലിൻ്റെ അളവ് നമുക്ക് കൂട്ടിയെടുക്കാത്ത? That is, in order to avoid the radiation losses, the quantity of fuel taking in it is a small quantity. That is, the temperature is limited to 3 degree. ടെമ്പറേച്ചർ നമ്മളെപ്പോഴും ഇതിൻ്റെ ബോംബ് കലോറിമീറ്ററിൽ ഫ്യൂവൽ കത്തിച്ചാൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ ഒരു 3 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നമ്മൾ എടുക്കുന്നത്. ആ 3 ഡിഗ്രി സെൽഷ്യസ് എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെമ്പറേച്ചർ നമുക്ക് ഫ്യൂവലിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുന്നത്. സാർ ഇത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയണ്ട പ്രൊസീജിയർ. അപ്പോൾ ഇതിൽ നമ്മൾ ഇതെന്താ ബോംബ്. അപ്പോൾ ബോംബിനകത്ത് വെച്ചാണ് ഫ്യൂവൽ ബേൺ ചെയ്യിക്കുന്നത്. അപ്പോൾ ഇത് ഹൈ പ്രഷർ വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിയണം. എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ഫ്യൂവലാണ് നമ്മൾ ബേൺ ചെയ്യിക്കുന്നത്. ഇപ്പോൾ ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുന്ന പോലെ ആ ഫ്യൂവൽ ഇത് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രഷറിനെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇതിൽ നമ്മൾ 30 അറ്റ്മോസ്ഫിയറിലാണ് ഓക്സിജൻ ഫില്ല് ചെയ്യുന്നതെങ്കിലും ദിസ് ബോംബ് ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് സ്ട്രെങ്ത് ടു വിസ്റ്റാൻഡ് ദ പ്രഷർ അപ് ടു 100 അറ്റ്മോസ്ഫിയർ. അപ്പോൾ പലതരത്തിലുള്ള ഫ്യൂവലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കൊറോഷൻ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി ഇതിനുള്ളിൽ എന്ത് ചെയ്ത് ഇൻസൈഡ് സർഫസ് ഒരു ഇനാമൽ കോട്ടിംഗ് ഉണ്ട്. ഒരു കോട്ടിങ് ഈ സർഫസിൽ കൊടുക്കും. പിന്നെ ഇത് വെച്ച് ഇതിനെ ഫില്ല് ചെയ്യുകയാണ്. ഇത് 2 ഇലക്ട്രോഡ്. ഈ ഇലക്ട്രോഡുകൾ തമ്മിൽ നമ്മൾ നിക്രോം വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നു. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ആ ഇത് വഴി ആ സർക്യൂട്ട് വഴി കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഫ്യൂവൽ നമ്മൾ എടുക്കുകയാണ്. മെഷർഡ് ക്വാണ്ടിറ്റി ഫ്യൂവൽ എടുത്തു. ഫ്യൂവൽ എടുത്തിട്ട് അത് മെഷർ ചെയ്യാൻ അറിയാമല്ലോ. അത് മെഷർ ചെയ്ത് ഇതിനകത്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് കുറച്ച് 10 ml ഡിസ്റ്റിൽഡ് വാട്ടർ കൂടി എടുക്കുന്നു. അതായത് കാരണം എന്തെന്ന് വെച്ചാൽ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല, നമ്മൾ പ്രൊസീജിയറിൽ പറയുന്നതാണ്. ദാറ്റ് ഈസ് ഇൻ ബോംബ് കലോറിമീറ്റർ വി ആർ ഫൈൻഡിങ് ദ ഗ്രോസ് കലോറിഫിക് വാല്യൂ. നമ്മൾ കലോറിഫിക് വാല്യൂ 2 എണ്ണം ഉണ്ട്. ഗ്രോസ് കലോറിഫിക് വാല്യൂ പിന്നെ നെറ്റ് കലോറിഫിക് വാല്യൂ അല്ലെ, ലീസ്റ്റ് വാല്യൂ. അപ്പോൾ ഇതിൽ ഗ്രോസ് കലോറിഫിക് വാല്യൂ എടുക്കുന്നതെന്ന് വെച്ചാൽ ദ കമ്പസ്റ്റൻ പ്രോഡക്റ്റ് ഈസ് കണ്ടൻസിങ്. അപ്പോൾ ആ കണ്ടൻസ് ചെയ്ത് കിട്ടുന്ന അതുവരെ കണ്ടൻസ് ചെയ്യുന്നുണ്ട്. ആ കമ്പസ്റ്റൻ പ്രോഡക്റ്റിനെ കൂടെ കണ്ടൻസ് ചെയ്യുന്നതുകൊണ്ട് ആ ടെമ്പറേച്ചർ ആ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഗ്രോസ് കലോറിഫിക് വാല്യൂ ആണ്. അല്ലാതെ അത് കമ്പസ്റ്റൻ പ്രോഡക്റ്റിനെ കണ്ടൻസ് ചെയ്യുന്നില്ലെങ്കിൽ കിട്ടുന്നത് നെറ്റ് കലോറിഫിക് വാല്യൂ ആണ്. അപ്പോൾ ഇതിൽ ഫ്യൂവൽ വെച്ച് ഇതിലെ ഗ്രൂവിൽ നിക്രോം വയർ 5 സെൻറ്റിമീറ്റർ ലെങ്ത്തിൽ നിക്രോം വയർ ആൻഡ് 7.5 സെൻറ്റിമീറ്റർ കോട്ടൺ ത്രെഡ്. ഇത് ഞാനല്ലേ പറഞ്ഞത് ആണോ? അപ്പോൾ 7.5 സെൻറ്റിമീറ്ററിൽ കോട്ടൺ ത്രെഡും എടുത്തിട്ട് ഈ 2 ഇതിലുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നു. ഒരു എൻഡ് ഇവിടെ വയ്ക്കുന്നു. ഇത് എൻഡ് ഇവിടെ കണക്ട് ചെയ്ത് ഇവിടെ പിടിച്ചതിന് ശേഷം അടുത്ത എൻഡ് ഇതിലെന്ത് ചെയ്യുന്നു, ഇത് പ്ലേസ് ചെയ്യുന്നത് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ്സ് എ ഹാങ്ങിങ് എൻഡ് ഷുഡ് ജസ്റ്റ് ടച്ച് ഓൺ ദി സർഫസ് ഓഫ് ദ സോളിഡ് ഫ്യൂവൽ. ആ സോളിഡ് ഫ്യൂവലിൻ്റെ സർഫസിൽ ടച്ച് ചെയ്യുന്നവർ എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇവിടെ ആ റീഡിങ് കാണിക്കുകയുള്ളൂ. ഈ ബൾബ് നമ്മൾ മെയിൻ ഓൺ ചെയ്യുന്ന സമയത്ത് വോൾട്ടേജ് കാണിക്കുകയുള്ളൂ. അല്ലാതെ കണക്ഷൻ പ്രോപ്പർ അല്ലെങ്കിൽ അത് ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, നിങ്ങൾക്ക് ഈ ബൾബ് ഗ്ലോ ചെയ്യില്ല. അപ്പോൾ അതിൽ ആ സർഫസിൽ ടച്ച് ചെയ്ത് തന്നെ നിങ്ങൾ വയ്ക്കണം. അതിനുശേഷം ലിഡ് വെച്ച് ഇതിനെ കവർ ചെയ്തിട്ട് ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓക്സിജൻ സഫീഷ്യൻറ്റ് ക്വാണ്ടിറ്റി 30 അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനെ നമ്മൾ ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ അത് വാൽവ് ഓപ്പൺ ചെയ്ത് ഈ റെഗുലേറ്റർ വാൽവ് കൺട്രോൾ ചെയ്ത് എന്ത് ചെയ്യണം, ഓക്സിജൻ ഫില്ല് ചെയ്യണം. ഓക്സിജൻ ഈ നീഡിൽ 30ലേക്ക് എത്തുന്നത് വരെ. 30 ഇല്ല, 30 ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ പ്രൊസീജിയർ അനുസരിച്ച് 30 പറയുന്നത്. 30ൽ എടുത്തതിന് ശേഷം ഈ റെഗുലേറ്റർ വാൽവ് തിരിച്ച് ക്ലോസ് ചെയ്യുക. ഈ വാൽവും ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഇതിനെ എന്ത് ചെയ്യണം, ഈ 2 ഇലക്ട്രോഡുണ്ട്, ഈ പോയിൻറ്റേഴ്സ്, ആ പോയിൻറ്റേഴ്സ് രണ്ടും ഇതിൻ്റെ ഈ പോയിന്റിലൂടെ എടുക്കണം. ഈ പോർഷനിലിട്ടിട്ട് ഇതിനെ രണ്ടിനെ ഇതിൽ ഈ എൻഡിൽ കണക്ട് ചെയ്യുക. ഇത് ഏത് വേണോ കൊടുക്കാം. എന്നിട്ട് ഇതൊരു സ്റ്റിറർ. ഈ സ്റ്റിററിൻ്റെ മോട്ടോറാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതൊരു ബെക്ക്മാൻ തെർമോമീറ്റർ. ആ ബെക്ക്മാൻ തെർമോമീറ്ററിൻ്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രിയെ 100 ആയിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ 0.01ൻ്റെ ആക്യുറസിയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റിറർ റൊട്ടേറ്റ് ചെയ്യണം ആദ്യം. അതായത് നമ്മൾ ഈ ഇന്നർ ജാക്കറ്റിലുള്ള വാട്ടറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ഈ ബോംബിനെ പ്ലേസ് ചെയ്യും. ഇതിനകത്തൊരു ട്രിപ്പോഡ് സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡിനകത്താണ് ഇത് പ്ലേസ് ചെയ്യേണ്ടത്. കണ്ടിട്ടുണ്ടല്ലോ. ഈ ട്രിപ്പോഡ് സ്റ്റാൻഡിൽ ഇതിങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇത് വളഞ്ഞാണ് ഇരിക്കുന്നത്. ആ പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ പിടിപ്പിക്കുന്നത്. ഇതിനെങ്ങനെ വളഞ്ഞാണ് ഇരിക്കുന്നത്, ഇതുപോലെ. ഈ എൻഡ് ഇതിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്ന ഇറ്റ് ഷുഡ് ബി അറ്റ് വൺ എക്സ്ട്രീം എൻഡ്. കാരണം എന്ന് വെച്ചാൽ ഈ സ്റ്റെറിങ്ങിനുള്ള എന്ത് ചെയ്യണം, സഫീഷ്യൻ്റ് സ്പേസ് നമുക്ക് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനെ എന്ത് ചെയ്യും, ബോംബിനെ ഒരു എൻഡിലേക്ക് പ്ലേസ് ചെയ്യും. ഒരു എൻഡിലേക്ക് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മെയിൻ ഓൺ ചെയ്യും. ഈ മെയിൻ ഓൺ ചെയ്യും. അപ്പോൾ ഈ ബൾബ് രണ്ടും ഗ്ലോ ചെയ്യും. അപ്പോൾ ഈ വോൾട്ടേജ് എന്ത് ചെയ്യും, 30 വരെ അത് കാണിക്കും, 20 വരെ കാണിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ സ്റ്റെറർ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യിക്കണം. ഈ സ്റ്റെറർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്തിനാണ് സ്റ്റെറർ റൊട്ടേറ്റ് ചെയ്യിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബോംബിലെ ടെമ്പറേച്ചർ വാട്ടറിൻ്റെ ടെമ്പറേച്ചറിനോട് ഈക്വൽ ആക്കണം. അപ്പോൾ ആ സമയത്ത് ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ, രണ്ട് ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആകുമ്പോൾ ഇതെന്ത് ചെയ്യും, സ്റ്റഡിയിലാവും. അതാണ് പ്രിലിമിനറി പീരീഡ്. ആ പ്രിലിമിനറി പീരീഡിൽ ഇത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് 0-ൽ സെറ്റ് ചെയ്തിട്ട് തുടങ്ങാം, ഇല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ സെറ്റ് ചെയ്തിട്ട് തുടങ്ങാം. എന്നിട്ട് ഇത് സ്റ്റഡി ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫ്യൂസ് പ്രസ് ചെയ്യുമ്പോൾ കറണ്ട് എന്ത് ചെയ്യുന്നു, ആ ഇലക്ട്രോഡ് വഴി നിക്രോം വയർ വഴി പോയി ഫ്യൂവലിനെ ബേൺ ചെയ്യിക്കുന്നു. അപ്പോൾ നിക്രോം വയർ ബേൺ ആവുമ്പോൾ എന്ത് ചെയ്യും, സർക്യൂട്ട് ബ്രേക്ക് ആവും. സർക്യൂട്ട് ബ്രേക്ക് ആയി കഴിയുമ്പോൾ വോൾട്ടേജ് 0-ലേക്ക് കാണിക്കും. വീണ്ടും എന്ത് ചെയ്യും, ആ ഫ്യൂവൽ ബേൺ ചെയ്തതിൻ്റെ ഫലമായിട്ട് ടെമ്പറേച്ചർ അങ്ങ് കൂടുകയാണ്.